ഇത് നമ്മുടെ ഐറ്റം എന്താണെന്നറിയോ? ഒരു ലിവർ ഫ്രൈ അല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാം. എന്നാ ഒരു 3-4 പ്രാവശ്യമെങ്കിലും നല്ലപോലെ ഒന്ന് കഴുകിക്കൊണ്ട് ഇപ്പോൾ വരാം. മസാലയൊക്കെ പൊടിക്കുന്ന ചാറിങ്ങോട്ട് എടുക്കുക. ഒരു 5 വെളുത്തുള്ളി, ഒരു 15 ചെറിയ ഉള്ളി, ചെറിയ 2 കഷ്ണം ഇഞ്ചി, ഒന്ന് കറക്കി ഇങ്ങനെ എടുത്താൽ മതി. ഒരു കുക്കർ അങ്ങോട്ട് വെക്കുക, വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക, ഈ ചേരുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒന്ന് ഇളക്കി കൊടുക്കുക. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഒറ്റ പീസിലടിച്ചിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെക്കുക. ഒരു 5-8 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതങ്ങ് വാങ്ങി വെക്കുക. ചീനച്ചട്ടി എന്തെങ്കിലും ഒന്നുകൂടെ ഒന്ന് അടുപ്പത്ത് വെക്കുക. ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരല്പം തേങ്ങ എണ്ണ ചൂടായ ശേഷം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു വലിയ സവോള, ചെറുതാണെങ്കിൽ 2 എടുക്കണം. പച്ചമുളക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. സവോളയൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ട്. പച്ചമുളകും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് അതൊന്ന് അടച്ചു വെക്കുകയാണ്. 1-2 മിനിറ്റ് കൂടെ ഒന്നിരിക്കട്ടെ. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ്. ഒരല്പസമയം കൂടെ ഇരിക്കുന്നവർക്കും സംഭവം ഫ്രൈ ആയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ലിവർ ഫ്രൈ ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെ ഇത് കേട്ടോ. തീർച്ചയായിട്ടും അറിയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും.